വിനയമാണ്. താഴ്മയാണ്. വിജയത്തിന്റെ അച്ചുതണ്ട് വിനയത്തിലാണ്. തേജസ്സിന്റെ മർമ്മം താഴ്മയിലാണ്. ഇത് ജീവിതം കൊണ്ട് ലോകത്തിന് പഠിപ്പിച്ച മഹാനായകനാണ് മുഹമ്മദുൽ മുസ്തഫ. വിനയം എന്നതൊരു കിരണമാണെങ്കിൽ 1000 കോടി സൂര്യ തേജസ്സോടെ പ്രകാശം പരത്തിയ പ്രഭാപൂർണനാണ് മുഹമ്മദുൽ മുസ്തഫ. ഔന്നിത്യമുള്ളവർക്ക് വിനയം കാണിക്കാനാവുകയുള്ളൂ. ഫലം കായ്ക്കുന്ന ചില്ലകൾ ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കുന്നത് പോലെ ഒരു വൃക്ഷത്തിൽ അതിൽ ഫലം കായ്ച്ചാൽ അതിൽ കായ്ച്ചിരിക്കുന്ന ഫലത്തിന്റെ അളവനുസരിച്ച് അത് താഴേക്ക് താഴ്ന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഔന്നിത്യത്തിന്റെ ഗുണങ്ങളുണ്ടായാൽ, ഉന്നതിയുടെയും ഔത്കൃഷ്ടത്തിന്റെയും ഗുണങ്ങളുണ്ടായാൽ ആ മനുഷ്യൻ കൂടുതൽ വിനയാന്വിതനായി കൊണ്ടിരിക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഏറ്റവും കൂടുതൽ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകി അനുഗ്രഹിച്ച വ്യക്തിത്വമാണ് മുഹമ്മദുൽ മുസ്തഫ. അവിടുന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിനയാന്വിതനായി ജീവിച്ചത്. കേവലം ഒരു 6-ാം നൂറ്റാണ്ടിന്റെ 60 വർഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അസ്തിവാരമാണ് മുഹമ്മദുൽ മുസ്തഫ. ലോകത്തിന്റെ നായകനാണ് മുഹമ്മദുൽ മുസ്തഫ. പ്രപഞ്ചത്തിന്റെ തേജസ്സാണ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്ക്. പ്രവാചകന്മാരെ മുഴുവനും പരാമർശിക്കുന്നു. ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിശുദ്ധമായ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ആ ശൈലി നിങ്ങളെ അത്ഭുതപ്പെടുത്തും. വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതാക്കാം. ശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഏത് പ്രവാചകനാ? ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അല്ലേ? യഥാസമയങ്ങളിലുള്ള നിർദ്ദേശങ്ങളായിട്ടാണ്, കൽപ്പനകളുമായിട്ടാണ് വിശുദ്ധമായ ഖുർആന്റെ അവതരണമെങ്കിൽ ഈ വിശുദ്ധമായ ഖുർആനിൽ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരൊറ്റ സ്ഥലത്ത് പോലും സംബോധന ചെയ്ത് പേരെടുത്ത് സംബോധന ചെയ്തത് കാണാനില്ല. അങ്ങനെ ഒരായില്ല. ശുദ്ധമായ ഖുർആനിന്റെ 6000-ൽ ചില്ലുവാനം വരുന്ന ആയത്തുകൾ, 6000-ൽ ചില്ലുവാനം വരുന്ന 600 പേജുകളിൽ ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളിൽ എവിടെയും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പേരെടുത്തിട്ട് യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പരാമർശം ഖുർആനിലില്ല. ഖുർആൻ പലപ്പോഴും അല്ലാഹുവിന്റെ റസൂലിനെ സംബോധന ചെയ്ത് പറയേണ്ട സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടോ? ഒരൊറ്റ സ്ഥലത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് എടുത്ത് സംബോധന ചെയ്തിട്ടില്ല. എന്നാൽ അല്ലാഹു മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പല സ്ഥലങ്ങളിൽ വിളിച്ച് സംബോധന ചെയ്തത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൊട്ട് മുൻപ് ഈസാ നബി അലൈഹിസ്സലാം വരെ നീളുന്ന 1.25 ലക്ഷം വരുന്ന പ്രവാചക പുങ്കവന്മാരിൽ പലരുടെയും പേരുകൾ വിശുദ്ധമായ ഖുർആനിൽ പറയുമ്പോൾ അതത് കാലങ്ങളിൽ അല്ലാഹു അവർക്ക് നിർദ്ദേശം കൊടുത്ത നിർദ്ദേശക വാക്യങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെയെല്ലാം അവരെ അല്ലാഹു പേരെടുത്ത സംബോധന ചെയ്തത്
ആദം അലൈഹിസ്സലാം. അല്ലാഹു നേരിട്ട് പടച്ച വ്യക്തിത്വമല്ലയോ ആദം നബി അലൈഹിസ്സലാം. സ്വർഗ്ഗത്തിൽ കളിമണ്ണിന്റെ രൂപമുണ്ടാക്കിയിട്ട് അല്ലാഹുവിൽ നിന്നുള്ള സവിശേഷമായ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ട മഹാനായ ഹസ്രത്ത് ആദം അലൈഹിസ്സലാം. മനുഷ്യകുലത്തിന്റെ പ്രപിതാവല്ലയോ ആദം. അബുൽ ബശർ ആദം. ആ ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സൃഷ്ടിച്ചതിന്റെ ശേഷം മാലാഖമാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാ. എന്നിട്ട് ആ മാലാഖമാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ലോകത്തുള്ള മുഴുവൻ സാധന സാമഗ്രികളുടെയും നാമം പറയിപ്പിച്ച സംഭവം വിസ്തൃതമല്ലയോ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള സംഭവമാ. ആ സംഗതി നടന്നതിന് ശേഷം അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, നീ നിനക്ക് സ്വർഗ്ഗത്തിൽ താമസിക്കാം ആദമേ. ഈ സ്വർഗ്ഗത്തിൽ നിനക്ക് താമസിക്കാം ആദമേ. ഈ സ്വർഗ്ഗത്തിന്റെ എല്ലാ സുഖലോലുപതകളും ആസ്വദിക്കാം ആദമേ. ഇത് പറയാൻ വേണ്ടി ഇത് പറഞ്ഞതായി ആദം നബിയോട് സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ ഉദ്ധരിക്കുകയാ. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. അങ്ങനെയാ പറഞ്ഞത്. ഓ ആദമേ, യാ ആദം, അല്ലയോ ആദമേ, ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ഈ സ്വർഗ്ഗത്തിൽ നീ താമസിച്ചുകൊള്ളൂ ആദമേ. നീയും നിന്റെ പത്നി ഹവ്വാവും ഈ സ്വർഗ്ഗത്തിൽ താമസിച്ചുകൊള്ളൂ. ഈ സ്വർഗ്ഗം ഒരു മസ്കനാക്കിക്കൊള്ളൂ. വലാ തഖറബാ ഹാദിഹി ശജറ. കാണുന്ന ഫലവൃക്ഷത്തിനടുത്തേക്ക് പോലും പോകരുത്. അങ്ങനെ നിർദ്ദേശം കൊടുത്ത സംഭവം ഖുർആൻ പറയുമ്പോ അല്ലാഹു വിളിച്ച വാചകം കണ്ടോ? യാ ആദം. കണ്ടോ? ആദം നബി വിളിച്ചപ്പോ യാ ആദം എന്ന് വിളിച്ചു. ഇനി അതാ ആദ്യത്തെ മുർസലുകളിൽ ആദ്യത്തെ വ്യക്തിത്വമാണ് മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനത്തിന്റെ മുൾപടർപ്പിലേക്ക് പ്രവാചകത്വ ദൗത്യവുമായി കടന്നു വന്ന പ്രവാചകനാ മഹാനായ നൂഹ് അലൈഹിസ്സലാം. 950 വർഷം 950 വർഷം തന്റെ സമൂഹത്തിനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടോ തുച്ഛമായ ജനങ്ങൾ മാത്രം വിശ്വസിച്ച് നിരാശനായി പോയ പ്രവാചകനാണ് ബഹുമാന്യനായ നൂഹ് നബി അലൈഹിസ്സലാം. അവിടുന്ന് അവസാനം ദുആ ചെയ്തിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു ശത്രു സഞ്ചയങ്ങളെ മുഴുവനും വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ അല്ലാഹുവിന്റെ തീരുമാനം വരികയാ. കപ്പൽ നിർമ്മിച്ചു. തൂഫാൻ എന്ന പ്രളയമുണ്ടായി. സംഭവം ബഹുലമാണ്, നമുക്കറിയുന്നതുമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതാ നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കുകയാ. കപ്പൽ നിർമ്മിച്ചിട്ട് തന്നെ വിശ്വസിച്ചവരെ മുഴുവനും കപ്പലിൽ കയറ്റി ഭൂമിലോകത്തുള്ള ജീവജാലങ്ങളിൽ നിന്നുള്ള ഇണകളെയും ആ കപ്പലിൽ കയറ്റിക്കൊണ്ട് കടന്നു പോവുകയാണ്. 6 മാസത്തെ കഠിനമായ ജലപ്രളയം. റജബിന്റെ 10-ാം തീയതി തുടങ്ങിയ മഴ. റജബ് മാസത്തിന്റെ 10-ാം തീയതിയാണ് തൂഫാൻ എന്ന ജലപ്രളയത്തിന് പ്രാരംഭം കുറിക്കുന്നത്. അതിന്റെ അവസാനമതാ 6 മാസങ്ങൾക്ക് ശേഷം ഒരു മുഹറം 10-നാണ് ആ പ്രളയം അവസാനിക്കുന്നത്. ഈ പ്രളയം അവസാനിച്ചിട്ട് ഭൂമി ലോകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുക്കുന്ന നിർദ്ദേശം ഖുർആൻ ഉദ്ധരിക്കുന്നു. യാ നൂഹ് ഹബിതു ബിസലാമിൻ മിന്നാ വബറകാത്തിൻ അലൈക. ഭൂമി ലോകത്തേക്ക് ഇറങ്ങി അനുഗ്രഹങ്ങൾ മുഴുവനും വാരിക്കൊയ്തുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് ജീവിക്കാനിതാ ഞാൻ ഭൂമിയുടെ പ്രതലം ഒരുക്കി തന്നിരിക്കുന്നുവെന്ന് അല്ലാഹു പറയുന്നത് ഖുർആൻ സംബോധന വാക്യത്തിലാ ഉദ്ധരിക്കുന്നത്. യാ നൂഹ് ഹബിതു ബിസലാമിൻ മിന്നാ. നൂഹ് നബിയെ സംബോധന ചെയ്ത ഖുർആൻ ഖലീലുല്ലാഹി ഇബ്രാഹീമിനെ സംബോധന ചെയ്തിട്ടുണ്ട് ഖുർആൻ. യാ ഇബ്രാഹീം അഅ്രിദ് അൻ ഹാദാ. ഖലീലിനെ സംബോധന ചെയ്തിട്ടുണ്ട്. യാ മൂസ ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി
സംബോധന ചെയ്തിട്ടുണ്ട്. ഖുർആൻ ഈസ നബി അലൈഹിസ്സലാമിനെ സംബോധന ചെയ്തിട്ടുണ്ട്. യാ ഈസ ഇബ്ന മറിയം ഉദ്കുർ നിഅമതി അലൈക എന്ന ഈസ നബി അലൈഹിസ്സലാമിനോട് സംബോധന ചെയ്തത് ഖുർആൻ ഉദ്ധരിക്കുകയാ. പക്ഷേ വിശുദ്ധമായ ഖുർആനിന്റെ ഒരൊറ്റ സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന വാചകം കാണാനാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പ്രയോഗിക്കുന്ന പദങ്ങൾ നിങ്ങൾ കണ്ടോ? യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബി. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഒരൊറ്റ സ്ഥലത്ത് പോലും യാ മുഹമ്മദു എന്ന പേരെടുത്ത് സംബോധനയില്ല. ഹബീബ് മുഹമ്മദുൽ മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. എന്നിട്ടോ ശുദ്ധമായ ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് ഹബീബിന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. സംബോധനയില്ലെങ്കിലും 4 സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഈ 4 സ്ഥലങ്ങളിലാകട്ടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞതിനുടനെ തന്നെ റസൂൽ എന്ന പദം, ഖുർആൻ ഇറങ്ങി എന്ന വിശേഷണം ഇത് ചേർത്ത് പറഞ്ഞത് കാണാം. 4 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ടുള്ളത്, മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് 4 ഇംറാനിലാ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന പദമാ തൊട്ടുടനെയുള്ളത്. മറ്റൊന്ന് സൂറത്തുൽ അഹ്സാബിലാ. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂൽ